വാതിൽപ്പടി സേവന കരാറുകാരുടെ സമരത്തെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. വിവിധയിടങ്ങളിൽ കടകളിൽ സാധനങ്ങളില്ല എന്ന് വ്യാപാരികൾ പറയുന്നു. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്തെ റേഷൻ വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാരുടെ സമരം തുടരുകയാണ്. സമരം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ വിവിധ റേഷൻ കടകൾ കാലിയാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പെരുമണ്ണയ്ക്ക് സമീപം പുത്തൂർമടത്തുള്ള ഒരു റേഷൻ കടയിലാണ്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ആകെയുള്ളത് പച്ചരി മാത്രമാണ്. കുത്തരിയോ പഞ്ചസാര ഉൾപ്പെടെയുള്ള മറ്റു ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരം ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യ വിതരണം ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമരം ഇപ്പോഴും തുടരുകയാണ്. ഈ റേഷൻ കടകളിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ ആളുകൾ വാങ്ങാൻ എത്തുമ്പോഴാണ് സാധനമില്ല, സമരമാണെന്ന കാര്യം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ തിരികെ പോകുന്നു എന്നതാണ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട പരാതി. പുത്തൂർമടം റേഷൻ കടയിലെ വ്യാപാരിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത്. ചേട്ടാ, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം അരി കിട്ടിയാണ്, ഈ മാസം അരി കിട്ടിയിട്ടില്ല. പിന്നെ ലോറിക്കാരെ സമരമാണെന്നാണ് പറയുന്നത്. പിന്നെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ മടങ്ങി പോവാണ്. എല്ലാവരും എല്ലാ ദിവസവും എല്ലാവരും രാവിലെ തന്നെ ഫോൺ വിളിയാണ്, അരി ഉണ്ടോ, അരി എത്തിയോ, അരി എത്തിയോ. അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കുന്ന ഈ മാസം ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓഫീസിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ അവർ സമരമാണ്, തീർന്നിട്ടില്ല. ആറായിന് വിളിച്ചു, അതുകൊണ്ട് ഗോഡൗണിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറയും അരിയില്ല, അരി എത്തിയിട്ടില്ല. ഗോഡൗണിലേക്ക് തൊഴിൽ ഡോർ ഡെലിവറിൻ്റെ ആൾക്കാരെ സമരമാണ്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. വളരെയധികം പ്രതിസന്ധിയാണ്. കേരളത്തിൽ റേഷൻ വിതരണം ശരിക്കും മുടങ്ങിയിട്ട് 3 മാസക്കാലം. ഈ പ്രതിസന്ധി കാരണം ഈ കഴിഞ്ഞ മാർച്ച് മാസം കണക്കെടുപ്പ് എന്ന പേരിൽ 20-ാം തീയതിയോടുകൂടി റേഷൻ വിതരണം നിർത്തി. അതിനുശേഷം തുടർച്ചയായിട്ട് പ്രതിസന്ധികൾ തന്നെയാണ്. പുത്തൂർമടത്തെ ഈ റേഷൻ കടയിലെ സാഹചര്യം കട കാലിയായതോടെ നവീകരണം, അതായത് പെയിന്റ് അടിക്കുന്ന ഉൾപ്പെടെയുള്ള നവീകരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന് സമാനമാണ് മറ്റ് റേഷൻ കടകളിലെയും സാഹചര്യം എന്നത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. 125 കോടി രൂപയാണ് സംസ്ഥാനത്ത് ആകെ വാതിൽപ്പടി സേവനം നടത്തിയതുമായി ബന്ധപ്പെട്ട കരാറുകാർക്ക് നൽകാനുള്ളത്. തുടർച്ചയായ 5ാം തവണയാണ് ഇപ്പോൾ വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ സമരത്തിൽ ഏർപ്പെടുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യം, ഈ സമരം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ചർച്ചയ്ക്ക് പോലും അവരെ ബന്ധപ്പെട്ടിട്ടില്ല. 1 രൂപ പോലും നൽകാമെന്ന വാഗ്ദാനം പോലും നൽകിയിട്ടില്ല. എന്താണെങ്കിലും സമരം മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ റേഷൻ കടകൾ കാലിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഈ സമരം തുടരുമ്പോൾ പെരുവഴിയിലാകുന്നത്, പട്ടിണിയിലേക്ക് പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുത്തൂർമടത്തെ റേഷൻ കടയിൽ നിന്നും മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24.